ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റൺവേ നവീകരണത്തിന്റെ പേരിൽ കോഴിക്കോട് വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടാൽ യാത്രക്കാർക്ക് പ്രയാസം നേരിടുമെന്ന് മാത്രമല്ല, വരുമാനത്തിൽ ഗണ്യമായ കുറവുമാണ് സംഭവിക്കുക. ഹജ്ജ് യാത്രക്കാരെയും ബാധിക്കും. ചെറുവിമാനങ്ങളുമായി സർവീസ് നടത്തുകയില്ലെന്ന വിമാന കമ്പനികളുടെ ധാർഷ്ട്യവും പ്രശ്നം ഏറെ രൂക്ഷമാവും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സാമൂഹിക വിരുദ്ധന്മാർക്കെതിരെ പ്രയോഗിക്കേണ്ട കാപ്പ നിയമം കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായാണ് പ്രയോഗിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അവകാശ നിഷേധങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്കായി പീപ്പിൾസ് കൌൺസിൽ എന്ന കർഷക പാർട്ടി കോഴിക്കോട്ട് രൂപീകൃതമായി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി. പുതിയ കേരളം പുതിയ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തി KK രാമൻ നയിക്കുന്ന RMP സംസ്ഥാന ജാഥ മാർച്ച് 27 തുടങ്ങും. വിശദമായ വാർത്തകളിലേക്ക്. സാമൂഹിക വിരുദ്ധന്മാർക്കെതിരെ പ്രയോഗിക്കേണ്ട കാപ്പ നിയമം കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് എതിരായാണ് പ്രയോഗിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നിസാമിനെതിരെ കാപ്പ നിയമം പ്രയോഗിക്കാൻ സർക്കാർ മടി കാണിക്കുന്നത് ഉന്നതരുമായുള്ള ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ അനുസരിച്ച് 100-ൽ പരം CPM പ്രവർത്തകന്മാർ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെ ഉപയോഗിക്കേണ്ടുന്ന നിയമം കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെയാണ് പ്രയോഗിക്കുന്നത്. കത്ത് നൽകി ഏറെ നാളായിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓട്ടുകമ്പനി തൊഴിലാളികൾ കാലിക്കറ്റ് ടൈൽ കമ്പനി ചെയർമാന്റെ വീട്ടുപടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUC, AITUC, BMS എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സമരം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓട്ടുകമ്പനി തൊഴിലാളികൾ കാലിക്കറ്റ് ടൈൽ കമ്പനി ചെയർമാന്റെ വീട്ടുപടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. INTUC, AITUC, BMS എന്നീ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. പരമേശ്വരൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കരാർ കാലാവധി കഴിഞ്ഞിട്ട് 4 മാസം പിന്നിട്ടിരിക്കുന്നു. മുതലാളിമാരിൽ നിന്നും അനുകൂലമായ യാതൊരു നീക്കവുമില്ല. വളരെ സമാധാനപരമായി നാം ഇവിടെ ഇരിക്കുന്നു. സമരസമിതി പ്രസിഡന്റ് O. ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി സെക്രട്ടറി പ്രവീൺ കുമാർ, P. സുബ്രഹ്മണ്യൻ നായർ, P. സദാശിവൻ, M. വാസുദേവൻ, M. സതീഷ് കുമാർ, മുസ്തഫ, N. ശശിധരൻ, അഹമ്മദ് കുട്ടി, പീതാംബരൻ എന്നിവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടുകമ്പനി മുതലാളിമാർക്ക് തൊഴിലാളി സംഘടനകൾ കഴിഞ്ഞ ഒക്ടോബറിൽ കത്ത് നൽകിയിരുന്നു. എന്നാൽ അതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ജനുവരി 20 മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടരുകയാണ്. അനുകൂല തീരുമാനമൊന്നും ഇല്ലാത്തതിനാൽ 45 ദിവസമായി പണിമുടക്ക് തുടരുകയാണ്. സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി കോഴിക്കോട് നഗരത്തിലെത്തിയ കോടിയേരി ബാലകൃഷ്ണനെ ചുവപ്പ് വളണ്ടിയർമാർ ഗാർഡ് ഓഫ് ഓണർ നൽകി വരവേറ്റു. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. CPIM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട്ടെത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണം നൽകി. ചുവപ്പ് വളണ്ടിയർമാർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അദ്ദേഹത്തെ വരവേറ്റത്. രാവിലെ തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസിലാണ് കോടിയേരി കോഴിക്കോട്ടെത്തിയത്. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മേയർ AK പ്രേമജം, TP രാമകൃഷ്ണൻ, A. പ്രദീപ് കുമാർ MLA, മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. കർഷകർ ഒരുമിക്കുകയാണ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കു കീഴിൽ. അവകാശ നിഷേധങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്കായി പീപ്പിൾസ് കൌൺസിൽ എന്ന കർഷക പാർട്ടിയാണ് കോഴിക്കോട്ട് രൂപീകൃതമായത്.
ടാഗോർ ഹാളിലാണ് ആയിരക്കണക്കിന് അണികളെ സാക്ഷി നിർത്തി പീപ്പിൾ കൌൺസിൽ നിലവിൽ വന്നത്. ഒപ്പം കർഷക മാനിഫെസ്റ്റോയും പ്രകാശനം ചെയ്തു. രാഷ്ട്രീയ മേഖല കൃഷി ചെയ്യാനുള്ള സ്ഥലമല്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും സംഘടനാ ശക്തി വിതച്ച് അവകാശങ്ങൾ കൊയ്തെടുക്കാനാവണം കർഷകരുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. അല്ലെങ്കിൽ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും തങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുമാവണം പീപ്പിൾസ് കൌൺസിലിന്റെ ജനനം. ദേശീയതലത്തിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹരിതസേനയുടെ പ്രവർത്തകരാണ് കേരളത്തിലെ പീപ്പിൾസ് കൌൺസിലിന് ചുക്കാൻ പിടിക്കുന്നത്. മുൻപ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവരാണ് പീപ്പിൾസ് കൌൺസിലിലെ പ്രവർത്തകർ. പലരും മണ്ണിനോട് മല്ലടിച്ചു ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചവർ. നാടൊട്ടുക്കും രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാടുണ്ടെങ്കിലും ഒരു പുതിയ കൊടിക്കു കീഴിൽ രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ കർഷകർക്ക്. ടാഗോർ ഹാളിൽ നടന്ന പീപ്പിൾസ് കൌൺസിലിന്റെ പ്രഖ്യാപനവും ചടങ്ങിന്റെ ഉദ്ഘാടനവും മാധ്യമപ്രവർത്തകനായ ദേവീന്ദർ ശർമ്മ നിർവഹിച്ചു. മാർഗവും ലക്ഷ്യവും ശരിയാണെങ്കിൽ പീപ്പിൾസ് കൌൺസിലിന്റെ ജനനം ഇപ്പോൾ ശരിയായ സമയത്താണെന്ന് ദേവീന്ദർ ശർമ്മ അഭിപ്രായപ്പെട്ടു. കർഷക മാനിഫെസ്റ്റോ മാധ്യമപ്രവർത്തകൻ പി വി രാജഗോപാൽ പീപ്പിൾസ് കൌൺസിലിന്റെ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി ടി പ്രദീപ് കുമാറിന് കൈമാറി പ്രകാശനം ചെയ്തു. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീധർ രാമകൃഷ്ണൻ പാർട്ടിയുടെ പതാക കൈമാറി. സ്വാഗത സംഘം ചെയർമാൻ ജോണി പൂക്കാട്ട സ്വാഗതം പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനി കെ കേശവൻ, ബയോഡൈവേഴ്സിറ്റി മുൻ ചെയർമാൻ ഡോക്ടർ വി എസ് വിജയൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ഭാരവാഹി പി പീറ്റർ, ദേശീയപാത സംരക്ഷണ സമിതി പ്രസിഡന്റ് ഹാഷിം ചേന്നാമ്പള്ളി, പ്ലാച്ചിമട സമര നേതാവ് വേണുഗോപാൽ വിളയോടി, ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൺ തുടങ്ങിയവർ പാർട്ടിയുടെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. പ്രഖ്യാപന ചടങ്ങിൽ 14 ജില്ലകളിലെയും പ്രവർത്തകരും പങ്കെടുത്തു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് കൌൺസിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. കർഷകർക്കും അവരുടെ കുടുംബത്തിനും മുൻഗണന നൽകിയാണ് പാർട്ടി പ്രവർത്തിക്കുക. കർഷകർക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും എന്നാൽ അതുപോലും അവഗണിക്കപ്പെടുകയാണെന്നും പീപ്പിൾസ് കൌൺസിൽ കുറ്റപ്പെടുത്തി. അടിസ്ഥാന വർഗമായ കർഷകരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മറക്കുന്നു. കർഷക ആത്മഹത്യകളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകരുടെ കൂട്ടായ്മ ശക്തിപ്പെടേണ്ടതുണ്ട്. വലിയ ദുരന്തമാണ് ഭാവിയിൽ കർഷകരെ കാത്തിരിക്കുന്നത്. എല്ലാത്തിനുമെതിരെ പോരാടാൻ പീപ്പിൾസ് കൌൺസിലിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. ആസ്ട്രോ സമന്വയം സംഘടിപ്പിച്ച ജ്യോതിഷ ഏകതാ സംഗമം കോഴിക്കോട്ട് നടന്നു. ബ്രഹ്മശ്രീ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജ്യോതിഷികൾ ശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരെന്നും ആത്മസമർപ്പണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് ആസ്ട്രോ സമന്വയയുടെ ജ്യോതിഷ ഏകതാ സംഗമം നടന്നത്. ജാതക ഫലനിർണയ നിർദ്ദേശങ്ങളിലെ ഭിന്നത ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംഗമം സംഘടിപ്പിച്ചത്. ബ്രഹ്മശ്രീ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജ്യോതിഷികൾ ആത്മസമർപ്പണം നടത്തണമെന്നും ശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രജ്ഞയ്ക്കൊരു വിവേകം ഉണ്ടാക്കണം. നമ്മൾ അത് കേവലം ശാസ്ത്രജ്ഞാനം കൊണ്ട് മാത്രം കഴിയും തോന്നുന്നില്ല. അതിന് ഉപാസനാദി വിഷയങ്ങൾ കൂടി പരിഗണിക്കേണ്ടതാണ്. വട്ടോളി അരവിന്ദ പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂവത്തൂർ സതീഷ് പണിക്കർ, മേഴത്തൂർ മുരളീധര പണിക്കർ, പാണ്ടിക്കാട് വിശ്വനാഥ പണിക്കർ, കൊടുമുടി നന്ദൻ പണിക്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജ്യോതിഷം ശാസ്ത്രമാണെന്നതിനുള്ള ലക്ഷണങ്ങൾ ഇനിയും തെളിയിക്കാനുണ്ടെന്നും ഇതിന് ശാസ്ത്രബോധവും പാരിസ്ഥിതിക പഠനവും ഗ്രന്ഥഭാഷാ പരിജ്ഞാനവും ചിന്താശേഷിയും നിസ്വാർത്ഥ മനസ്ഥിതിയുമാണ് ജ്യോതിഷികൾ സ്വായത്തമാക്കേണ്ടതെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. വാർത്തയിൽ ഒരിടവേള. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബ്രേക്ക് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ. ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീം കോട്ടൺ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢിനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ. 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ
ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. പൊറ്റമ്മൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. പൊറ്റമ്മൽ ന്യൂ വാട്ടർ ടാങ്കിന് സമീപത്തെ 150 വീട്ടുകാർക്കാണ് കുടിവെള്ളം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നിലച്ചിരിക്കുന്നത്. കിണറുകൾ ഇല്ലാത്ത പ്രദേശത്തെ ജനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ കുടിക്കാൻ തുള്ളി വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് പൊറ്റമ്മൽ പ്രദേശത്തുകാർ. ഒരാഴ്ചയോളമായി കുടിവെള്ള വിതരണം ഇവിടെ മുടങ്ങിയിട്ട്. പൊറ്റമ്മൽ ന്യൂ വാട്ടർ ടാങ്കിന് സമീപത്തെ 150ഓളം വീട്ടുകാരാണ് വെള്ളമില്ലാതെ ദുരിതത്തിലായത്. വെള്ളം കിട്ടാത്ത കാര്യം നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടുത്തെ ഉയർന്ന പ്രദേശത്തുള്ള 50 വീട്ടുകാരാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ ഏറെ പ്രയാസത്തിലായത്. കിണറുകളില്ലാത്ത പ്രദേശത്തെ ജനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കുടിക്കാൻ പോലും വെള്ളത്തിന് ദൌർലഭ്യം നേരിട്ടതോടെ വൻ തുക കൊടുത്ത് വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കുവാൻ നിർബന്ധിതരാവുകയാണ് വീട്ടുകാർ. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാത്തതിനാൽ ശക്തമായ പ്രതിഷേധവുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വാട്ടർ ടാങ്കിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ തീർത്തു. കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൊറ്റമ്മൽ ടാങ്കിൽ വെള്ളമെത്താത്തത് കാരണം മലാപ്പറമ്പ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും കുടിവെള്ളം എത്താറില്ല. വർഷങ്ങളായി ചാലിയാർ പുഴയിൽ നിന്നും കൂളിമാട് പമ്പ് ഹൌസ് വഴി വെള്ളം പൊറ്റമ്മൽ വാട്ടർ ടാങ്കിൽ എത്തിച്ചാണ് വിതരണം ചെയ്തിരുന്നത്. മുൻപ് ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് വീട്ടമ്മമാർ കാലിപാത്രവുമായി പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് ജനപ്രതിനിധികൾ ഇടപെട്ട് പ്രത്യേക പൈപ്പ് ലൈനുകൾ വലിച്ചാണ് കുടിവെള്ളം എത്തിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജപ്പാൻ പദ്ധതിയിലൂടെ പെരുവണ്ണാമൂഴിയിൽ നിന്നും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 55 വാർഡുകളിലെ വീട്ടുകാർക്ക് ജപ്പാൻ പദ്ധതിയിൽ നിന്നും വെള്ളം ലഭ്യമാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് പൊറ്റമ്മൽ ന്യൂ വാട്ടർ ടാങ്ക് ജനകീയ സമിതി സെക്രട്ടറി സന്തോഷ് പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി. പുതിയ കേരളം പുതിയ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തി കെ രമ നയിക്കുന്ന RMP സംസ്ഥാന ജാഥ മാർച്ച് 27 തുടങ്ങും. പശ്ചിമ ബംഗാൾ മുൻ ഭൂപരിഷ്കരണ വകുപ്പ് മന്ത്രി N. അബ്ദുൾ റസാഖ് മൊല്ല ഉദ്ഘാടനം ചെയ്യുമെന്ന് RMP സാരഥികൾ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണവും രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ തകർക്കണം. അതിന്റെ സഹായിക്കുന്ന ഗൂഢാലോചനയുടെ മുഖ്യ പങ്കാളികൾ, രാഷ്ട്രീയ നേതൃത്വം അത്തരത്തിലുള്ള പ്രഭവ കേന്ദ്രങ്ങളെ തകർക്കുമെങ്കിൽ മാത്രമേ രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയൂ. പുതിയ നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് മാർച്ച് 27 കാസർഗോഡ് തുടക്കം കുറിക്കും. കെ രമയുടെ നേതൃത്വത്തിലുള്ള ജാഥയിൽ RMP സംസ്ഥാന നേതാക്കൾ അംഗങ്ങളായിരിക്കും. രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് റദ്ദാക്കുക, റോഡ് സ്വകാര്യവൽക്കരണം തടയുക, ആദിവാസി ഊരുകൾക്ക് രാഷ്ട്രീയ അധികാരം നൽകുക, അർഹതപ്പെട്ട കൃഷിഭൂമി പതിച്ചു നൽകുക, തൊഴിൽ സ്ഥിരതയും തൊഴിലവകാശവും സംരക്ഷിക്കുക, അഴിമതി തടയാൻ ഫലപ്രദമായ നിയമനിർമ്മാണം നടത്തുക, രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയുക, TP കേസ് തുടരന്വേഷണം CBI ഏറ്റെടുക്കുക, ഫാസിസ്റ്റ് വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുക, തുല്യത ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന ജാഥ പര്യടനം നടത്തുന്നത്. ഏപ്രിൽ 6 തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കുമെന്നും RMP നേതാക്കൾ പറഞ്ഞു. ജീവിത സായന്തനത്തിലും കൃഷിയെ കൈവിടാതെ പരിപാലിക്കുകയാണ് കൺമണി വീട്ടിൽ അച്യുതൻ നായരും മാധവിയമ്മയും. മക്കളെ കൺമണിയായി പരിപാലിക്കുന്നത് പോലെയാണ് ഓരോ വിളയെയും ശ്രദ്ധിക്കുന്നത്. കൃഷിയിടത്തിൽ നിന്നും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഇവർ ജൈവകൃഷിയാണ് അവലംബിക്കുന്നത്. ജൈവകൃഷി ജീവിതശൈലിയാക്കി മാറ്റിയ കഥയാണ് കൊയിലാണ്ടി കുറുവാങ്ങാട് സ്വദേശികളായ കൺമണി വീട്ടിൽ അച്യുതൻ നായർക്കും മാധവിയമ്മയ്ക്കും പറയാനുള്ളത്. മക്കളെപ്പോലെ പരിചരിക്കുന്നതും കൊണ്ടാണ് ഓരോ വിത്തിനും തളിരും ഇലയും വിടരുമ്പോൾ ഇവർക്ക് അതിരറ്റ ആഹ്ലാദമാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അച്യുതൻ നായർ കൃഷിയിൽ സജീവമായതെങ്കിലും ചെറുപ്രായത്തിലെ കൃഷിക്കൊപ്പമാണ് മാധവിയമ്മ. കൃഷിഭവനുകളും കാർഷിക വിദഗ്ധരും സീറോ ബാലൻസ് കൃഷിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങും മുൻപ് തന്നെ മാധവിയമ്മ സീറോ ബാലൻസ് കൃഷി പാടത്തും പറമ്പിലുമായി നടപ്പിലാക്കി തുടങ്ങിയിരുന്നു. പാടത്തിന്റെ ഒരു ഭാഗത്ത് വിവിധയിനം വെണ്ട, വഴുതിന, പച്ചമുളക്, ചീരകൾ വിവിധ വർണ്ണങ്ങളിലും വള്ളികളിലും ഇവിടെ സുലഭമാണ്. 3 ഏക്കറോളം വരുന്ന പാടത്ത് നെൽകൃഷിയോടൊപ്പം ചെറുപയർ, ഉഴുന്നുപയർ, വൻപയർ, മുത്താറി, മമ്പയർ എന്നിവയെല്ലാം നെല്ലിനോടൊപ്പം പാടത്ത് വിതയ്ക്കും. കുഞ്ഞുഞ്ഞി ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തു വരുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാർഷിക സെമിനാറിൽ പങ്കാളിയായും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കൃഷിക്കാരിയായും മാധവിയമ്മ എത്താറുണ്ട്. അവിടെ നിന്നും ശേഖരിക്കുന്ന ഔഷധ സസ്യങ്ങളും ചെടികളും പച്ചക്കറി വിത്തുകളും തന്റെ കൃഷിഭൂമിയിൽ വിളയിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ തോന്നിയതായി ഇവിടെ എത്താറുള്ള കർഷക സുഹൃത്തുക്കൾ പറയാറുണ്ട്.
കൃഷിക്കും ജൈവരീതിക്കും പുതിയ രീതികളാണ് കൈവന്നത്. പശുവും മത്സ്യവും മുയലും കോഴിയുമെല്ലാം കൂടി വലിയ പിന്തുണയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ ക്രോസിംഗ് നടത്തിയ പശുക്കളായ വെച്ചൂരിയും ജേഴ്സിയും ഇവിടെ തൊഴുത്തിൽ രാജാക്കന്മാരാണ്. എല്ലാം ജൈവം തന്നെ. തീറ്റപ്പുൽ കൃഷിയും വൈക്കോലും സുലഭം. 3 ഏക്കറിലെ കൃഷിക്കായി കുളവുമുണ്ട്. പുഴ മത്സ്യങ്ങളും ഇവിടെ സമൃദ്ധമാണ്. 6 മണിയാകുമ്പോൾ മത്സ്യങ്ങൾക്കും മണ്ണിരയും ചോറും തീറ്റയായി നൽകുന്നു. വിവിധയിനം തുളസികൾ നട്ടു വളർത്തുന്ന ഇവർ അടുത്ത് താമസിക്കുന്നവർക്കും കൃഷി ചെയ്യാൻ വിത്തും വളവും നൽകുന്നുണ്ട്. ഒരേ സമയത്തെ പരിചരണവും വളപ്രയോഗവും നൽകാനും ഇവർ എപ്പോഴും സഹായിക്കുകയും ചെയ്യുന്നു. പച്ചക്കറി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അയൽവീട്ടുകാർക്കും ബന്ധുക്കൾക്കും എത്തിച്ചു നൽകുന്ന പതിവും ഇവർക്ക് ജന്മസിദ്ധം തന്നെ. ഇവിടെ നടുന്ന തക്കാളിയും വെണ്ടയും ചീരയും പച്ചമുളകിനും ഈ കൃഷിയിടത്തിൽ തന്നെ പ്രാധാന്യമുണ്ട്. ജൈവ കൃഷിക്ക് നിരവധി അവാർഡുകൾ നേടിയ ഇവർ ഇപ്പോഴും സീറോ ബാലൻസ് കൃഷിക്കും ഓടി നടക്കുകയാണ്. ഹിന്ദു ഐക്യവേദി ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സ്വാഭിമാന സമ്മേളനം നടന്നു. കാമ്പുറം ബീച്ചിൽ നടന്ന സമ്മേളന പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ഉദ്ഘാടനം ചെയ്തു. പണ്ട് ഹിന്ദുക്കളെ മതം മാറ്റുമ്പോൾ നിശബ്ദരായവർ ഇപ്പോൾ പുനഃപരിവർത്തനം നടത്തുന്നതിനെതിരെ ശബ്ദിക്കുന്നത് ഹൈന്ദവ സമൂഹം തിരിച്ചറിയണമെന്ന് KP ശശികല ഹിന്ദു ഐക്യവേദി ജില്ലാ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹിന്ദു സ്വാഭിമാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ. കാരണം അധികാരത്തിന്റെ പുറകെ പോകാത്ത, അധികാരമില്ലാത്ത ഒരു സംഘടന 12 വർഷം കൊണ്ട് അതിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ എല്ലായിടത്തു നിന്നും കണ്ടു മനസ്സിലാക്കിയിരിക്കുന്ന സത്യം. ധർമ്മരത്നം മണ്ടിലാടത്ത് രഘുവീർ അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ കമ്മിറ്റി പ്രസിഡന്റ് P ഗൌതമൻ, വാസന്തി വിശ്വനാഥ്, സംസ്ഥാന സെക്രട്ടറി ജിജേന്ദ്രൻ, വിനോദ് നമ്പൂതിരി, റീജേഷ് നാദാപുരം എന്നിവർ പ്രസംഗിച്ചു. എടക്കാട് സമരസമിതി അംഗങ്ങളെയും ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയവരെയും ആദരിച്ചു. ഉപഹാരം സമർപ്പിക്കുന്നു. സമ്മാനദാനം നടത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തിനെതിരെ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തെ സമ്പൂർണ്ണമായി തകർക്കുന്ന അജണ്ടയാണ് മോഡി സർക്കാർ നടപ്പാക്കുന്നതെന്ന് AKPCTA ജില്ലാ അക്കാദമിക് കമ്മിറ്റി നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ അഭിപ്രായപ്പെട്ടു. മനുഷ്യത്വ വിരുദ്ധവും അശാസ്ത്രീയവുമായ പഴഞ്ചൻ ചിന്തകൾ അടിച്ചേൽപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. ബോധപൂർവമായ ഹൈന്ദവ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രചാരണമാണിതിന്റെ ലക്ഷ്യം. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ വിഷയം അവതരിപ്പിച്ചു. ജാഗ്രവത്തായതും വിപുലവുമായ ബൌദ്ധിക സാംസ്കാരിക ഇടപെടലും ആശയപ്രചാരണവും കാവ്യവൽക്കരണത്തെ നേരിടാൻ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസ്ഥാരഹിതമായ ആധിപത്യം ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കും സാമൂഹ്യ ജീവിതത്തിനും ഭരണ സംവിധാനത്തിനും മുകളിൽ ഉറപ്പുവരുത്താനുള്ള, ദൃഢീകരിച്ചെടുക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് ഹിന്ദുത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KK അബ്ദുള്ള അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ DK ബാബു സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ U ഹേമന്ത് കുമാർ സ്വാഗതവും ഡോക്ടർ NE രാജീവൻ നന്ദിയും പറഞ്ഞു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂൾ മധുരമിഠായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമാദരണം യാത്രയയപ്പ് പരിപാടി നടന്നു. ചടങ്ങിൽ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ രാജൻ പിള്ള സാറിനെ ആദരിച്ചു. നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷം മധുരമിഠായിയുടെ ഭാഗമായാണ് ദീർഘകാല അധ്യാപക സഭയിൽ നിന്ന് വിരമിക്കുന്ന ഗുരുനാഥന്മാർക്ക് യാത്രയയപ്പ് നടത്തിയത്. അധ്യാപക സംഗമത്തിൽ 2000 മുതൽ സ്കൂളിൽ ജോലി ചെയ്തു വരുന്നവരും സ്ഥലം മാറിപ്പോയവരും വിരമിച്ചവരും അടക്കമുള്ള അധ്യാപകരാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയത്. വിരമിക്കുന്ന അധ്യാപകരായ VR അഹമ്മദ്, AP ഉമാദേവി, PM ശങ്കരൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പ്രധാന അധ്യാപിക JCB മറ്റം അധ്യക്ഷം വഹിച്ചു. മുൻ BPO AV ഉണ്ണികൃഷ്ണൻ, AG പൊന്നമ്മ, K ദാനമ്മ, P പ്രേമലത, കരോളിൽ പ്രസന്ന, ബിന്ദു എഡ്വേർഡ്, സുധാകരൻ ചേലൂർ, R ശശി എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള.
അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ വിഭജിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി സിറ്റി കമ്മിറ്റി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുതലക്കുളത്തു നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ വെട്ടിമുറിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. LDF സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതലക്കുളം മൈതാനത്തായിരുന്നു കൂട്ടായ്മ. സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരത്തെ അവഗണിക്കുന്ന ഇത്തരം നിലപാട് ഇതിനു മുമ്പ് ഒരു സർക്കാരും സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷനെ വെട്ടിമുറിക്കുക എന്ന തീരുമാനത്തിലൂടെ നഗരവികസനത്തെ തടയുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നുവരണം ും അദ്ദേഹം പറഞ്ഞു. മേയർ AK പ്രേമജം അധ്യക്ഷയായി. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൾ ലത്തീഫ്, TP ദാസൻ, TV ബാലൻ, PK നാസർ, അഡ്വക്കേറ്റ് MK പ്രേംനാഥ്, CP ഹമീദ്, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, PT ആസാദ്, ബാസി മലാപ്പറമ്പ് എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ സ്വാഗതവും PK കബീർ സലാല നന്ദിയും പറഞ്ഞു. മലയാള സിനിമാ നടൻ അജിത് കൊല്ലവും സിനിമാ സീരിയൽ നടി മെർലിൻ ചാൾസും BJPയിൽ അംഗത്വമെടുത്തു. ദേശീയ തലത്തിലുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് സ്വന്തം മൊബൈലിൽ നിന്നും വിളിച്ചാണ് അംഗത്വം സ്വീകരിച്ചത്. BJP മെഗാ അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി സിനിമാ താരങ്ങളായ അജിത് കൊല്ലം, മെർലിൻ ചാൾസ് എന്നിവർക്ക് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ അംഗത്വം നൽകി. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷം വഹിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന അജണ്ടയാണ് ആകർഷിച്ചതെന്ന് അജിത് പറഞ്ഞു. തീർച്ചയായിട്ടും മാറ്റം നമുക്ക് ആവശ്യമാണ്. ഭാരതത്തിന് മാറ്റം നിർബന്ധമായിരിക്കുന്ന അവസ്ഥയാണ്. MLA പ്രദീപ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച തിരുത്തിയാട്ടെ ദേവി സഹായം ലൈബ്രറി വായനയ്ക്കു വേണ്ടി തുറന്നുകൊടുത്തു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. MLA പ്രദീപ് കുമാറിന്റെ വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ദേവി സഹായം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി തിരുത്തിയാട് സജ്ജമാക്കിയത്. പ്രദീപ് കുമാർ MLA ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പരിസരത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ തിരുത്തിയാട് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് OM ഭരദ്വാജ് അധ്യക്ഷനായിരുന്നു. പ്രമുഖ എഴുത്തുകാരി ഡോക്ടർ KP സുധീര മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ മാസ്റ്റർ മുൻകാല ലൈബ്രറി പ്രവർത്തകരെ പൊന്നാടി അണിയിച്ചുകൊണ്ട് ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PP മുരളീബാസ് ആയുഷ്കാല സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് സമ്മാനദാനം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ സമിതിക്ക് വേണ്ടി വായനശാല സെക്രട്ടറി P ശിവാനന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം PT സദാനന്ദൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് CA ഗോപാലകൃഷ്ണൻ, A വത്സലൻ, A ഷാഹുൽ ഹമീദ്, T രാധാകൃഷ്ണൻ, T സതീഷ് കുമാർ, M സുരേഷ് കുമാർ, KC സുബീഷ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആഴകുടി ക്ഷേത്ര മൈതാനത്ത് നിന്നും പുറപ്പെട്ട സാംസ്കാരിക ഘോഷയാത്രയിൽ തിരുത്തിയാട്ടെ റെസിഡൻസ് അസോസിയേഷനുകളും കുടുംബശ്രീയും കലാ സാംസ്കാരിക സംഘങ്ങളും പങ്കെടുത്തു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. അരക്കിണർ ഉണിക്കോത്ത് നെച്ചുളിക്കാവിലെ നാഗപ്പാട്ട് മഹോത്സവത്തിന് തുടക്കം. മാർച്ച് 3 മുതൽ 9 വരെ മേലാറ്റൂർ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നാഗപ്പാട്ട് മഹോത്സവം നടക്കുന്നത്. നാഗക്കളം, സന്തതിക്കളം, ഭൂതക്കളം എന്നീ കളങ്ങളും നാഗപൂജ, നൂറുംപാലും, കലങ്കരി, കരിക്കടി എന്നിവയും നാഗപ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 9 രാവിലെ 10 മണിക്ക് കരിക്കടിയോടെയാണ് ഉത്സവാഘോഷത്തിന് സമാപനമാകുന്നത്. ക്ഷേത്രം ട്രസ്റ്റി പ്രസിഡന്റ് ഉണിക്കോത്ത് ദയാനന്ദൻ, സെക്രട്ടറി ഉണിക്കോത്ത് അനിൽകുമാർ, ട്രഷറർ ഉണിക്കോത്ത് ദീപക് എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് നാഗപ്പാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. കൊയിലാണ്ടി ആന്തട്ട ശ്രീ പരദേവതാ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു.
തേങ്ങയേറും പാട്ടും, കോമരം കൂടിയ വിളക്ക്, അയ്യപ്പന് തീയാട്ട്, കളമെഴുത്തും പാട്ടും എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ക്ഷേത്രതന്ത്രി ഉഷകാമ്പ്ര പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം മേൽശാന്തി സുഖലേശൻ ശാന്തി കൊടിയേറ്റ് നടത്തി. വേട്ടയ്ക്കൊരു മകന് തേങ്ങയേറും പാട്ടും, ഭഗവതിക്ക് കളമെഴുത്തും, കോമരം കൂടിയ വിളക്കും, അയ്യപ്പന് തീയാട്ട് എന്നിവ നടന്നു. KP രാമചന്ദ്രൻ നായർ, രാഘവക്കുറുപ്പ്, കേശവൻകുട്ടി തമ്പി എന്നിവർ നേതൃത്വം നൽകി. കളമെഴുത്തും പാട്ടും കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. കാഞ്ഞിലശ്ശേരി വിനോദ് മാരാരുടെ നേതൃത്വത്തിൽ മേളം, നട്ടത്തിറ, ഭഗവതിത്തിറ, പരദേവതത്തിറ, മാന്ത്രിക സന്ധ്യ, തായമ്പക, വട്ടോളി മനോരഞ്ജൻ കലാവേദി, 25,000 വേദികളിൽ അവതരിപ്പിച്ച നവീന വിൽ കലാമേള എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. പട്ടികവർഗക്കാരുടെ വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് സർക്കാർ സർവീസിൽ നിയമനം നേടിയ 1800 ജീവനക്കാരെക്കുറിച്ചും അതിനു കൂട്ടുനിന്ന PSCയെക്കുറിച്ചും വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ഉറവിടത്തെക്കുറിച്ചും CBI അന്വേഷിക്കണമെന്ന് അംബേദ്കർ ജനപരിഷത്ത്. കിർത്താഡ്സ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 10 കോഴിക്കോട്ടെ കിർത്താഡ്സ് ആസ്ഥാനത്തേക്ക് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്നും AJP ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേൾവിയും സംസാരവും പരിമിതമായ സഹോദരങ്ങൾക്ക് സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടി ജീവകാരുണ്യക്ഷേമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ഹെൽത്ത് കെയർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ റീജിയണൽ സെന്റർ ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നു. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം സ്മൈൽ ഗൈഡൻസ് സെന്റർ ഫോർ ഡിസബിലിറ്റി ഏബിൾഡ് എന്ന സ്ഥാപനത്തോടനുബന്ധമായാണ് റിഷ് ആരംഭിക്കുന്നത്. മാർച്ച് 7 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈലൈറ്റ് ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 10ാം വാർഷികം ആഘോഷിക്കുന്നു. 10ാം വാർഷികത്തോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സയെ കൂടുതൽ ജനകീയമാക്കുവാനും പ്രാപ്യമാക്കുവാനും വേണ്ടി ഹൈലൈഫ് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ 10 തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് കിറ്റ് വിതരണവും നടത്തും. സൌജന്യ മെഡിക്കൽ ക്യാമ്പുകളിൽ ഒന്നാമത്തേത് ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 3 മണി വരെ കോഴിക്കോട് നഗരത്തിലെ പറയഞ്ചേരിയിലെ ഹൈലൈഫ് ആയുർവേദ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ വെച്ച് നടത്തുമെന്നും സാരഥികൾ അറിയിച്ചു. സാർവദേശീയ വനിതാ ദിനം തിരുവരങ്ങായി പെൺകുട്ടിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുന്നു. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സർഗാത്മകതയുടെ ആഘോഷമാണ് ഈ മാർച്ച് 8 മിഠായി തെരുവിൽ പെൺകുട്ടിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുക. വൈകിട്ട് 4 പ്രമുഖ സാഹിത്യകാരി സാറ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CK ജാനു മുഖ്യപ്രഭാഷണം നടത്തും. അടുക്കളയിലും തൊഴിലിടങ്ങളിലും ഇരിക്കാൻ പോലുമാകാതെ ഇരുകാലികളായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ ജീവിതം വെളിപ്പെടുത്തുന്നതായിരിക്കും തെരുവരങ്ങ് എന്നും പെൺകുട്ടി സാരഥികൾ പറഞ്ഞു. പാറപ്പുറം ശ്രീകൃഷ്ണ വിദ്യാലയത്തിന്റെ 40ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേമസമിതി പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റ് നിർമ്മൽ പാലാഴി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ വേണുഗോപാലൻ നായർ, വിദ്യാനികേതൻ ജില്ലാ കോർഡിനേറ്റർ ഗംഗാധരൻ, സ്റ്റാഫ് സെക്രട്ടറി സുജല, മാതൃസമിതി പ്രസിഡന്റ് ബിഷ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹിക വിരുദ്ധർമാർക്കെതിരെ പ്രയോഗിക്കേണ്ട കാപ്പ നിയമം കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായാണ് പ്രയോഗിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അവകാശ നിഷേധങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്കായി പീപ്പിൾസ് കൌൺസിൽ എന്ന കർഷക പാർട്ടി കോഴിക്കോട്ട് രൂപീകൃതമായി. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി. പുതിയ കേരളം പുതിയ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തി KK രാമൻ നയിക്കുന്ന RMP സംസ്ഥാന ജാഥ മാർച്ച് 27 തുടങ്ങും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.